നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ജീവനാദം എന്ന ലത്തീൻ കത്തോലിക്ക സഭയുടെ മുഖപത്രം ഒരു പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. മുനമ്പത്ത് വഖഫ് നിയമത്തിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നാണ് അവരുടെ വാദഗതി. അവരുടെ വക്താവും വന്നതെന്ന് പറയുന്നത് കേട്ടു. ഇത് ചില രാഷ്ട്രീയ കക്ഷി എന്നാൽ അങ്ങോട്ട് തുറന്നു പറഞ്ഞുകൂടെ? ഇത് BJPക്കാർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അവിടെ വർഗീയ വിഷം കുത്തിവെച്ച് ആ തീരപ്രദേശത്ത് കലാപകലുഷിതമായ കലാപങ്ങൾ ഉണ്ടാക്കാനായിട്ട് BJP ശ്രമിക്കുകയാണ്, സംഘപരിവാർ ശ്രമിക്കുകയാണ് എന്നൊക്കെ അങ്ങോട്ട് തുറന്നു പറഞ്ഞുകൂടെ? എന്താണ് നിങ്ങളത് പറയാത്തത്? തുറന്നു പറയണം, നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയണം. പക്ഷേ നിങ്ങൾക്കത് പറയാൻ കഴിയാതെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. അതാണ് കാര്യം. നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ ഒന്നും കണ്ണു തുറന്ന് സ്വതന്ത്രമായ മനസ്സോടുകൂടി കാണാനായിട്ട് ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഹൈബി ഈഡന് ഒപ്പം നിൽക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഹൈബി ഈഡൻ അവിടെ വന്ന് പറഞ്ഞത് എന്താണ്? അവിടെ വന്ന് പറഞ്ഞ് ഞാൻ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ മുനമ്പത്തുകാരുടെ കൂടെ നിൽക്കും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പാർലമെൻറ്റിൽ പോയിട്ട് ചെയ്തത് എന്താണ്? നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ കേരളത്തിൽ ജീവിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന മൂക്ക് താഴേക്ക് വരുന്ന ഇപ്പോഴും അങ്ങനെയൊക്കെയാണല്ലോ പദപ്രയോഗങ്ങൾ. അവർക്കൊക്കെ അറിയാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. അവിടുത്തെ ജനങ്ങളാണ് അത് ഏറ്റെടുത്ത്, ആ പാവപ്പെട്ട ജനങ്ങളാണ് അത് ഏറ്റെടുത്ത് ആ സമരഭൂമിക അവിടെ തീർത്തത്. അതല്ലാതെ BJPക്കാർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ SUCIക്കാർ പറഞ്ഞിട്ടോ SDPIക്കാർ പറഞ്ഞിട്ടോ ഒന്നുമല്ല. അവർ സ്വന്തം ഇഷ്ടത്തിന് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് അവരവിടെ നടത്തുന്നത്. ഇത് മനസ്സിലാക്കാതെ, ഇത് മനസ്സിൽ കണ്ടാലും നിങ്ങളത് കണ്ണടച്ച് തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർ. നിങ്ങളാണ് വർഗീയ വിഷം കുത്തിവെച്ച് ആളുകളെ തമ്മിലടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സ്വതന്ത്രമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സത്യത്തിൽ ഈ മുനമ്പത്തുകാരുടെ കൂടെ നിൽക്കേണ്ട ആൾക്കാരൊക്കെയാണ് ഹൈബി ഈഡനും അങ്ങനെയുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ആ MP-മാർ. പാർലമെൻറ്റിൽ അവർ വഖഫ് നിയമത്തിന് അനുകൂലമായിട്ട്, വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ട് അവർ കൈ ഉയർത്തണമായിരുന്നു. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി അവിടെ വരാതിരുന്നത്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു അക്ഷരം മിണ്ടാതിരുന്നത്? ഇതൊന്നും ആലോചിക്കാനുള്ള ഒരു കഴിവും നിങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല. കഴിവ് നിങ്ങൾക്കുണ്ട്, പലതിനുള്ള കഴിവും ലത്തീൻ കത്തോലിക്ക സഭയ്ക്കും ജീവനാദത്തിനും ഇല്ല എന്നൊന്നും പറയാനൊന്നും ആർക്കും സാധിക്കില്ല. ഇവിടെ മറ്റവർ എന്നുദ്ദേശിച്ച് CPM-ഉമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. ഇപ്പോൾ MA ബേബി CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറൊരാളാണ്. അയാളും അയാളുടെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ആ പാർട്ടി തന്നെ. അതിനുവേണ്ടി കീജൈ വിളിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ അണികൾ. ഇതൊരു ദുരവസ്ഥയാണ്, അത് മനസ്സിലാക്കണം. ഇതൊരു ദുരവസ്ഥയാണ്. നമുക്ക് എതിർക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ നേതാവ് തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ഒരു കുട്ടി, സത്യസന്ധനായ ഒരു കുട്ടി, നിഷ്കളങ്കനായ ഒരു കുട്ടി അവിടെ ഇല്ലാതെ പോകുന്നു. അതുതന്നെ നമ്മൾ തിരിച്ചു ആലോചിക്കുക. ഇവിടെ മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ BJPക്കാരുണ്ടാക്കിയ പ്രശ്നമോ അല്ലെങ്കിൽ സംഘപരിവാരുണ്ടാക്കിയ പ്രശ്നമോ ഒന്നുമല്ല. വഖഫ് നിയമം എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഇത് വഖഫിൻ്റേതായിരുന്നു അല്ലെങ്കിൽ വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ ഉടനടി തന്നെ അത് വഖഫിൻ്റേതായി മാറി. അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ഇറങ്ങിപ്പോകേണ്ടതായിട്ടുള്ള ആ ഗതികേട് അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് വേറെ മാർഗ്ഗമില്ല. അവർക്ക് ട്രൈബ്യൂണലിൻ്റെ അടുത്ത് വരെയാണ് പോകാനായിട്ട് പറ്റുള്ളൂ. വഖഫ് ട്രൈബ്യൂണലിൻ്റെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ തന്നെയാണല്ലോ വഖഫും. അപ്പോൾ അവർ വഖഫിനെതിരായിട്ട് ഒരു വിധി പ്രസ്താവിക്കുകയൊന്നുമില്ല. തിരിച്ച് അവർക്ക് കോടതിയിൽ പോകാനും പറ്റില്ല. അതാണ് വഖഫ് നിയമം എന്ന് പറയുന്നത്. ആ കരിനിയമത്തെ മാറ്റിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് എന്തിനാണ് എതിർക്കുന്നത്? മുത്തലാഖ് നിർത്തലാക്കി. ഇവിടെ CAA നിയമം കൊണ്ടുവന്നു. ഇതുകൊണ്ടൊക്കെ എന്ത് കുഴപ്പമാണ് ഇവിടെ ഉണ്ടായത്? എന്ത് ദ്രോഹമാണ് മുസ്ലിം സമുദായത്തിനുണ്ടായത്? ഒരു കുഴപ്പവും അവർക്കുണ്ടായില്ല. അവർക്ക് നല്ലത് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും മലപ്പുറത്ത് മുത്തലാഖ് ചൊല്ലി എന്ന് കേൾക്കുന്നുണ്ട്.
നമ്മൾ കേൾക്കുന്നുണ്ട്, വീട്ടിൽ പ്രസവം നടത്തുന്നുണ്ട്. ഇത്തരം കരി നിയമങ്ങളെയും കരി ആചാരങ്ങളെയും ഒക്കെ മാറ്റാൻ നമുക്ക് ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന് ഇന്നത്തെ കാലത്ത് സാധിക്കില്ല. അവിടെയാണ് നിയമം കൊണ്ട് ഇതിനെ പ്രതിരോധിക്കുകയും ഇതിനെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് ഒക്കെ വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലത്തീൻ കത്തോലിക്ക സഭ മനസ്സിലാക്കേണ്ടത് അതാണ്. അവർ കൂടെ നിൽക്കുന്നത്, അവർ ഹൈബി ഈഡന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഹൈബി ഈഡനെ അടുത്ത തെരഞ്ഞെടുപ്പിലും എങ്ങനെയെങ്കിലുമൊക്കെ ജയിപ്പിക്കണം, അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ വരുന്ന ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിപ്പിക്കണം. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിപ്പിക്കണം എന്നുള്ള ഈ തോന്നലുകൾ തന്നെയാണ് ഈ ആളുകളെയൊക്കെ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ആരോഗ്യ മേഖലയെ സംബന്ധിച്ചൊരു ഉദാഹരണം പറഞ്ഞാൽ, പ്രൈവറ്റ് മേഖലയെ സംബന്ധിച്ചൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പണക്കാരൻ ചെന്നിട്ട് ഇഷ്ടം പോലെ പണം കൊടുക്കുകയാണ് ഡോക്ടർമാർക്ക്. അപ്പോൾ ഡോക്ടർമാർ തങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരാളും പണക്കാരനാണ് എന്ന് വിചാരിച്ച് അവരോടൊക്കെ പണം ആവശ്യപ്പെടുന്നു. ഹോസ്പിറ്റലുകളും പണം ആവശ്യപ്പെടുന്നു. അവർക്ക് ആതുര സേവനം എന്ന് പറയുന്ന രംഗത്ത് നിന്നൊക്കെ അവർ പിന്തിരിഞ്ഞു പോയി. ഇപ്പോൾ ആതുര സേവനമല്ല അവിടെ നടക്കുന്നത്. ആതുര സേവനത്തിൻ്റെ മറവിൽ നടക്കുന്ന അറക്കലാണ് അവിടെ നടക്കുന്നത്. മെഡിക്കൽ മിഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അതും ഇതൊക്കെ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. കാരണം എന്താണ്, ഈ സംഗതി, ഈ വഖഫ് എന്ന് പറയുന്ന വഖഫ് ഭൂമിയിലല്ല അവർ നിലനിൽക്കുന്നത്. ഫറൂഖുകാർ തന്നെ പറഞ്ഞല്ലോ, ഇത് വഖഫിൻ്റേതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സത്യവാങ്മൂലം തന്നിട്ടുണ്ട്, അങ്ങനെ ഇത് വഖഫിൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞ്. വഖഫിൻ്റേതാവുന്നത് എപ്പോഴാണ്? സ്വമേധയാ ഇഷ്ടത്താൽ ദൈവത്തിന് കൊടുക്കുന്ന, അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന വസ്തുവാണ് വഖഫ് എന്ന് പറയുന്നത്. ആ വഖഫ് എന്ന് പറയുന്ന സാധനം പിന്നീട് തിരിച്ച് എടുക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് ദാനം കൊടുത്ത സാധനം തിരിച്ചെടുക്കാൻ പാടില്ല. പക്ഷേ ഫറൂഖ് കോളേജിന് കൊടുത്ത സമയത്ത് സേട്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് ഏതെങ്കിലും കാരണവശാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നിലേക്ക് തന്നെ, തൻ്റെ അവകാശികളിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അവിടെ ഒരു നിബന്ധന അവിടെ വന്നു. നിബന്ധന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാനമല്ലാതെ, അത് വഖഫല്ലാതെ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും വിവരമൊന്നും ഇവർ കാണിക്കുന്നില്ല. ഇവർക്കുണ്ട്, ഈ ലത്തീൻ കത്തോലിക്ക സഭയ്ക്കൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊരു അജണ്ടയുണ്ട്. അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലും ഹൈബി ഈഡനെ ജയിപ്പിച്ചോട്ടെ, അവർ ജയിപ്പിച്ചോട്ടെ, വോട്ട് ചെയ്യുകയാണ്, ജയിപ്പിച്ചോട്ടെ. അതിന് മുനമ്പത്തെ ആളുകളെ കരുവാക്കുന്നത് എന്തിനാണ്? അവരുടെ വോട്ട് കൂടെ ഉണ്ടെങ്കിലാണ് ഇയാൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കുറേ അധികം ആളുകൾ മുനമ്പത്തും പത്തനംതിട്ടയിലും, കേരള കോൺഗ്രസിൻ്റെ ഒരാൾ പത്തനംതിട്ടയിലൊക്കെ കൂട്ടത്തോടു കൂടി BJP-യിലേക്ക് ചേരുന്ന ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് BJP-യിൽ ചേർന്നാൽ എന്താണ് കുഴപ്പമുള്ളത്? BJP ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, ഒരു രാഷ്ട്രീയ കക്ഷിയല്ലേ. അവരിലേക്ക് ആളുകൾ പോവില്ലേ? കോൺഗ്രസിൽ നിന്ന് ആളുകൾ കമ്മ്യൂണിസ്റ്റിലേക്ക് പോകുന്നു, കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ആളുകൾ കോൺഗ്രസിലേക്ക് പോകുന്നു. ഇതുപോലെ ആളുകൾ BJP-യിലേക്ക് പോയാൽ എന്താണ് കുഴപ്പം? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ BJP ആക്കി എന്നാണ് ആളുകൾ പറയുന്നത്? ഈ ഇടത് വലത് മുന്നണികളുടെ കൊള്ളരുതായ്മകൾ കൊണ്ട്, അഴിമതി കൊണ്ട്, ധൂർത്തുകൊണ്ട്, വെളികെട്ടു ആളുകൾ. അതുകൊണ്ടാണ് അവരൊക്കെ BJP-യിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. BJP-ക്കാർക്കും ഇതുപോലെ നാളെ അപജയം ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടാണ് സാധിക്കുള്ളൂ. കാരണം അധികാരം ദുഷിപ്പിക്കും, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കും എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഏതായാലും ഈ ജീവനാഥം പോലെയുള്ള പത്രങ്ങളൊക്കെ, മുഖപത്രങ്ങളൊക്കെ ഇങ്ങനെ നിഷ്പക്ഷമല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സാധാരണ മനുഷ്യർ എന്ത് ചെയ്യും? ഇവരൊക്കെ സംസാരിക്കുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരൊക്കെ സംസാരിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് പോലുമല്ല. യേശുക്രിസ്തുവിൻ്റെ നാദമല്ല, ആ ജീവൻ്റെ നാദമല്ല അവിടെ കേൾപ്പിക്കപ്പെടുന്നത്. എല്ലാം അപജയം വന്ന് സംഭവിച്ച് തേഞ്ഞു മാഞ്ഞു പോയി. ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീസസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജീസസ് കഷ്ടപ്പെടുന്നവൻ്റെയും കണ്ണീരൊഴുക്കുന്നവൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും രക്ഷകനായിട്ടാണ് വന്നത്. ഇന്ന് കുറേ അച്ഛന്മാരും കുറേ ബിഷപ്പുമാരും അവർക്ക് സുഖിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടായ ഒരു സഭയായിട്ട് മാറി ലത്തീൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നതിൽ ദുഃഖം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപജയം സംഭവിച്ചതിൻ്റെ ആ വാക്കുകളാണ് ഇവരുടെയൊക്കെ നാവിൽ നിന്നും ജീവിതത്തിലൂടെയൊക്കെ പുറത്തു വരുന്നത്. ഇതിന് മാറ്റം വരുന്നത് എപ്പോഴാണ്? ജനങ്ങൾ സ്വയം തെരുവിലിറങ്ങും. അപ്പോഴാണ് മുനമ്പത്തെ ആളുകൾ ചെയ്ത പോലെ അവരോട് ആരും പറയാതെ തന്നെ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ തെരുവിലിറങ്ങി, അവർ മുന്നിട്ട് വന്നു. അപ്പോഴാണ് കാര്യങ്ങൾ നടന്നത്. അതുപോലെ ഈ പറയുന്ന കപടഭക്തന്മാരെയും പരീശന്മാരെയും ഒക്കെ ചവിട്ടി പുറത്താക്കാനും അടിച്ചോടിക്കാനും ഒക്കെ ജീസസ് ക്രൈസ്റ്റുമാർ അവതരിക്കും. എല്ലാവരും ജീസസ് ക്രൈസ്റ്റുമാരായി മാറും. അവിടെ ആ കാര്യം സംഭവിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട
എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.